ഇതൊന്ന് മാത്രം മതി, നമ്മളിഷ്ടം പോലെ ചോറുന്നു. ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേയായി. ബട്ട് ഇന്നാണ് ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഇത് ഇനിയും ഞാൻ ഉണ്ടാക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഞാൻ തിന്നണ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട, വേഗം പോയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. 10 വെളുത്തുള്ളിയും ഒരു 6 കാശ്മീരി ചില്ലി സോക്ക് ചെയ്തതും കൂടി എടുക്കുക. പിന്നെ കുറച്ച് മസാലപ്പൊടികളും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. മസാല ഇതാ ഈ ഒരു പരുവത്തിലാവണം, കുറേ ലൂസാവരുത്. ഇനി നമ്മളെ മെയിൻ തരം വലിയൊരു വഴുതനങ്ങ എടുത്തിട്ട് നമ്മളെ മസാല അതിലേക്ക് നല്ലപോലെ തേച്ചിടുക. ഇങ്ങനെ വരയിട്ടാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലേൻ്റെ നീരിറങ്ങിയാൽ നമുക്ക് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ മസാല നല്ല കേട്ടോ പറയുക, കായം എന്നാ പറയുക, കായം തേക്കുക എന്നാ പറയുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ പറയുമെങ്കിൽ നിങ്ങൾ കമന്റ്. ഇനി ഇത് നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ പൊരിച്ചെടുക്കുക. നല്ല മൊരിച്ചെടുക്കുക. നമ്മൾ ഈ മസാല കരിയേ ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് നല്ലപോലെ അപ്പുറവും ഇപ്പുറവും ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് വന്നാൽ നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെക്കുക, കഴിക്കുക.